പള്ളുരുത്തി മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിൽ ബിഗ് ഈസ്റ്റർ ഫ്ലാറ്റ് 50% ഓഫ് സെയിൽ. 350 രൂപയുടെ കേര തനിമ കോക്കനട്ട് ഓയിൽ 900 ml ഇപ്പോൾ വെറും 230 രൂപയ്ക്ക്. 1 കിലോഗ്രാമിന്റെ രത്ന സുരേഖ വെറും 42 രൂപ 50 പൈസയ്ക്ക്. 1 കിലോഗ്രാം ജീരകശാല ഇപ്പോൾ വെറും 59 രൂപയ്ക്ക്. 1 കിലോഗ്രാം ഷുഗർ ഇപ്പോൾ വെറും 45 രൂപയ്ക്ക്. 1 കിലോഗ്രാം ബ്ലാക്ക് കടല ഇപ്പോൾ വെറും 90 രൂപയ്ക്ക്. 1 കിലോഗ്രാം മൈദ ഇപ്പോൾ വെറും 46 രൂപയ്ക്ക്. 51 രൂപയുടെ ചോയ്സ് പാലപ്പം പൊടി 500 ഗ്രാമിന് 10 രൂപ ഓഫ് ഇപ്പോൾ വെറും 41 രൂപയ്ക്ക്. 355 രൂപയുടെ ആശീർവാദാട്ട 5 കിലോഗ്രാമിന് 25 രൂപ ഓഫ് ഇപ്പോൾ വെറും 330 രൂപയ്ക്ക്. 267 രൂപയുടെ റെക്സോണ കോക്കനട്ട് ആൻഡ് ഒലിവ് 150 ഗ്രാമിന് 50 രൂപ ഓഫ് ഇപ്പോൾ വെറും 217 രൂപയ്ക്ക്. ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പല നിത്യോപയോഗ സാധനങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വൻപിച്ച വിലക്കുറവിൽ വേഗമാവട്ടെ. ഈ ഓഫർ ഏപ്രിൽ 18 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ 96057811 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ഫ്രീ ഹോം ഡെലിവറി സൗകര്യം കരസ്ഥമാക്കൂ. മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റ്, പള്ളുരുത്തിവിളി, കൊച്ചി. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് പരിശീലന ക്ലാസ് നടത്തി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് യാത്രയാവുന്ന തീർത്ഥാടകർക്കുള്ള 3ാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് മൊഫ്ത ലഗേജ് സ്റ്റിക്കറുകളുടെ വിതരണവും ഇളമ്പ്ര ജമാഅത്ത് പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും പ്രത്യേകിച്ച് ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ കാലാകാലങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നല്ല നിലയിൽ ഏർപ്പെടുത്തുന്നു. പലപ്പോഴും നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾക്ക് ഉയർന്നു വരുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ വ്യത്യസ്തമായ കുറേ സൗകര്യങ്ങൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ബഡ്ജറ്റിന് 5 കോടി രൂപ ഹജ്ജ് കമ്മിറ്റി മെമ്പർ സക്കീർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ ജതിൽ തോട്ടത്തിക്കുളം, മേഖലാ ട്രെയിനർ CM നവാസ്, ആബിദ്, നിഷാദ്, ഫരീദ് പട്ടമാവുടി, ഖാലിദ് മൗലവി പാനിപ്രാപ്, PS നജീബ്, മുഹമ്മദ് വട്ടക്കുടി, പ്രവാസി അഷ്റഫ്, ഷംജൽ PM തുടങ്ങിയവർ സംബന്ധിച്ചു. സ്റ്റേറ്റ് ട്രെയിനിംഗ് ഓർഗനൈസർ NP ഷാജഹാൻ സാങ്കേതിക ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.